ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ടെലിവിഷൻ രംഗങ്ങളിലൂടെ സിനിമയിലെത്തിയ നടിയാണ് സുരഭി ലക്ഷ്മി. ചെറിയ വേഷങ്ങൾ കൈകാര്യം ചെയ്ത സുരഭി 2017 മിന്നാമിനുങ്ങിലെ അഭിനയത്തിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് സ്വന്തമാക്കി. ഈ വർഷത്തെ ഏറ്റവും വലിയ വിജയമായി മാറിയ അജയന്റെ രണ്ടാം മോഷണം, റൈഫിൾ ക്ലബ്ബ് എന്നീ സിനിമകളിൽ മികച്ച കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ സുരഭിക്ക് സാധിച്ചു. ദേശീയ അവാർഡുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ പങ്കുവയ്ക്കുകയായിരുന്നു സുരഭി ലക്ഷ്മി. താനും സംവിധായകൻ ദിലീഷ് പോത്തനും കാലടി യൂണിവേഴ്സിറ്റിയിൽ ഒന്നിച്ചു പഠിച്ചിരുന്നുവെന്ന് സുരഭി പറഞ്ഞു. യൂണിവേഴ്സിറ്റിയിലെ കൂത്തമ്പലത്തിൽ താനും ദിലീഷ് പോത്തനും പല ദിവസങ്ങളിലും ഇരുന്ന് സംസാരിക്കാറുണ്ടായിരുന്നെന്നും സുരഭി കൂട്ടിച്ചേർത്തു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഒരേ ക്ലാസ്സിൽ പഠിച്ചവർ ഒരേ വർഷം മികച്ച നടിക്കുള്ള അവാർഡും മികച്ച ചലച്ചിത്രത്തിനുള്ള അവാർഡും വാങ്ങാൻ സാധിച്ചു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അന്ന് കൂത്തമ്പലത്തിലിരുന്ന് സംസാരിച്ച കാര്യങ്ങൾ ഓർമ്മിച്ചു. അന്ന് നടത്തിയ ഗൂഢാലോചനയ്ക്ക് ഇത്ര വലിയ ഇഫക്റ്റ് ഉണ്ടാകുമെന്ന് കരുതിയില്ലെന്നും സുരഭി കൂട്ടിച്ചേർത്തു. സുരഭി ലക്ഷ്മിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: കാലടിയിൽ പഠിക്കുന്ന സമയത്ത് ഞാനും ദിലീഷ് പോത്തനുമൊക്കെ അവിടത്തെ കൂത്തമ്പലത്തിനടുത്ത് പല ദിവസവും ഇരുന്ന് സംസാരിക്കാറുണ്ടായിരുന്നു. ഞങ്ങൾ തിയേറ്റർ വിങ്ങിലുള്ളവർ പല സമയത്തും ഇതുപോലെ ഇരുന്ന് സംസാരിക്കാറുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ഒരേ ക്ലാസ്സിൽ പഠിച്ച രണ്ടുപേർ ഒരേ വർഷം ദേശീയ അവാർഡ് വാങ്ങുകയായിരുന്നു. ഒരാൾ മികച്ച നടിക്കുള്ളതും മറ്റൊരാൾ മികച്ച മലയാള ചിത്രത്തിന്റെ സംവിധായകൻ എന്ന രീതിയിലും അവാർഡ് വേദിയിൽ എത്തുകയാണ്. അന്ന് ഞങ്ങൾ കൂത്തമ്പലത്തിലിരുന്ന് നടത്തിയ ഗൂഢാലോചനയ്ക്ക് ശക്തി എന്തുമാത്രം ഉണ്ടെന്ന് ആലോചിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഒരേ വേദിയിൽ ഒരേ വർഷം അവാർഡ് വാങ്ങിയത് മറക്കാനാകാത്ത അനുഭവമാണ്, സുരഭി ലക്ഷ്മി പറഞ്ഞു. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.